എടക്കാട് അത് കോഴിക്കോടുള്ളൊരു ഗ്രാമപ്രദേശമല്ല, ഒരു കാലമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ 5 പേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അതേ സ്കൂളിൽ തന്നെയാണ് ക്യാപ്റ്റൻ ഷെഫീഖും ശങ്കരേട്ടനും പഠിച്ചത്. മിലിറ്ററി എന്ന് പറഞ്ഞാൽ ചാവാൻ നടന്നത് ശങ്കരേട്ടനായിരുന്നു. പക്ഷേ ശങ്കരേട്ടന് നാട്ടിൽ പെട്ടിക്കട ഇടാനായിരുന്നു യോഗം. ശങ്കരേട്ടൻ്റെ പെട്ടിക്കട ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നൊരിടമല്ല. അവിടെ നിന്ന് നോക്കിയാൽ ആകാശത്തിന് ചോട്ടിൽ ഓടിൻ്റെ മേൽക്കൂരയുള്ള പള്ളി കാണാം. ആ പള്ളിയിലാണ് ഷെഫീഖാടെ അളിയൻ ഉമ്മർക്ക ബാങ്ക് വിളിക്കാറുള്ളത്. ആ ബാങ്ക് വിളിയുടെ ശബ്ദം നെഞ്ചു പൊട്ടി നിലവിളിക്കുന്നത് പോലെയാണ്. നാട്ടുകാരുടെ നാവിൻ തുമ്പിൽ ആവി മണക്കുന്ന ബിരിയാണിയുടെ രുചിയും കുറേ ബെടക്ക് കഥകളും ഉണ്ട്. അതെല്ലാം ഷെഫീഖാടെ വാപ്പ മുഹമ്മദ് കുട്ടിക്കായി ചുറ്റിപ്പറ്റിയുള്ളതാണ്. മൂപ്പര് കെട്ടിയോളെ വിളിക്കുന്നത് മെമ്പറേന്നാണ്. അല്ല, അത് വെറുതെ അല്ല. ഞങ്ങളുടെ എടക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ മെമ്പറാണ് സുരയ്യത്താത്ത. നല്ല തറവാടിത്തവും ചങ്കുറപ്പുള്ള ഉമ്മയാണ്. ആ ഉയര ഷെഫീഖാക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയും. ഷെഫീഖാൻ്റെ അനിയത്തി ഉമ്മർഖാൻ്റെ കെട്ടിയോള്. അവർ മോശക്കാരിയല്ല, SA ആകാനുള്ള പുറപ്പാടിലാണ്. ഷെഫീഖാടെ വാപ്പാടെ പെങ്ങള്, അവരും ഒരു ജഗജില്ല. മാങ്ങാ ചൊന പോലെ മധുരവും ഇനിപ്പുമുള്ള കൂട്ടത്തിലാണ്. വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും അവർ തിത്തുമ്മച്ചിയാണ്. ഈ തിത്തുമ്മച്ചി കാരണം 3-ാമത്തെ അറ്റാക്ക് വരേണ്ട ആളായിരുന്നു ഗൾഫ് മതിയാക്കി നാട്ടിലെത്തിയ ബഷീർക്ക. ബഷീർക്കാണെങ്കിൽ സീനത്താത്താടെയും 2 പെൺമക്കളിൽ മൂത്തവള നൈന ഫാത്തിമ. അവരും ഉമ്മർക്ക പഠിപ്പിക്കുന്ന അതേ സ്കൂളിലെ ടീച്ചറാണ്. സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികൾക്ക് ആ ടീച്ചർ ഒരു മാലാഖയാണ്. അവരുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക ഞങ്ങളുടെ എല്ലാമായിരുന്ന കലിങ്ക്. ഷെഫീഖ നാട്ടിലെത്തുമ്പോൾ ആ കലിങ്കിൻ്റെ സ്വഭാവം മാറും. എല്ലാ വർഷവും ഷെഫീഖ നാട്ടിലെത്തുന്നത് വളയനാട് ഭഗവതിയുടെ ഉത്സവത്തിനാണ്. ഷെഫീഖാടെ തറവാട്ടുകാർക്ക് കൊടിമരച്ചോട്ടിൽ എണ്ണയും കയറും സമർപ്പിക്കാനുള്ള അവകാശം. നാട് മുഴുവൻ പങ്കുചേരുന്ന ഒരു ആഘോഷമാണത്. ഒരു ടിക്കറ്റ് എടുത്തോ? കാവില് എണ്ണയും കയറൊക്കെ കൊടുത്ത കൈയല്ലേ, ഭാഗ്യം കൊണ്ട് അടിക്കും. നല്ല ഭാഗ്യമുണ്ടല്ലോ ചേട്ടാ ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ. എത്ര 40. അതെ, ഞാൻ ഈ ലോട്ടറി എടുക്കുന്നത് നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? ഇതെങ്ങാനും അടിച്ചാൽ മര്യാദക്ക് ട്രാൻസിസ്റ്ററിന്റെ പൈസ ചെന്നേക്കണം. ഏത്? ഇതിന്റെ ഇതേ കണ്ടില്ലല്ലോ. ഒരു കടയായാൽ കുറച്ച് ഒച്ചാനൊക്കെ വേണ്ടേ? അടിപൊളി. ഞങ്ങള് പട്ടാളക്കാർക്ക് ടിവിയേക്കാൾ ഇഷ്ടം ഇതാ. അതാ എളുപ്പോ. അങ്ങനെയല്ലടോ, നമ്മള് പട്ടാളക്കാർക്ക്. ചേട്ടാ ചേട്ടാ ഒരു 5 ലൈറ്റർ. അതരാ. ഒരു കാരന് എടാ, ഒരു കാരന് എടുക്കടാ. വേണ്ട, എടാ പൈസ എടുത്ത്. ബാക്കി നടാ. കാരണില്ലാത്തമാര്. ഇവന്മാർക്ക് സിഗരറ്റ് വേണ്ടേ? എന്താ അറിയില്ല, ഇടയ്ക്കൊന്ന് ലൈറ്റർ വാങ്ങി പോണാണ്. ഇവന്മാരിപ്പോഴും ആ കലിങ്ങിന്റെ താഴെ തന്നെയാണോ ഇരിപ്പ്? ഈറ്റകളൊക്കെ വളർന്നു വന്ന നാടനാപത്താണോ. മഹാലമ്പളാണ്. ഒരു ഉത്തരവാദിത്വം ആരും പേടിയില്ല. വലിയും കൂടിയും ബൈക്കിൽ ചെത്തലും തന്തനും നല്ലനും പറയിപ്പിക്കേണ്ട ഈറ്റകളാ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒന്ന് വെറ്റിട്ട് പോയതല്ലേ, എന്നിട്ട് എന്ത് കാര്യമോ? ഒരു കാര്യമില്ല. നമ്മളെ പോലീസുകാരൻ ദിനേശേരനൊക്കെയാടോ അല്ലമ്പേള്. എടാ ചകരത്തി, ഹായ്. സാധനം കിട്ടിയാ? എടാ ഞാനല്ലേ ഏറ്റത്. എത്ര ഉണ്ട്?
30 ഉണ്ടാ. ഇതേതാടാ? ഇത് സാധനം വേറെയാ, പുറത്തല്ല സെയിലുള്ളതാ. ഓ പുതിയ സാധനം. ഓട്ടെ. ഇത് സ്ട്രോങ് ആട്ടാ. ബാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഈ ശങ്കർ ഓരോന്ന് ഇറക്കിക്കോളും പിള്ളേരുടെ കിളി ഉറപ്പിക്കാൻ. എടാ നങ്കു, അത് ശരിയാ, ഇത് കണ്ട ആപ്പ് ഉപ്പുകൾക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ആളുടെ കിളി ഡോസ് കൂടിയ സാധനം മനസ്സിലായി. ആ. ദേവന്മാര് വരുന്നു. സ്റ്റോപ്പ്. നിർത്ത്. ദൂരെ നേരെ എടാ വയ്ക്ക്. എടാ സാധനം കിട്ടിയാ? സാധനം കിട്ടി, പക്ഷെ ഒരു പണി വരുന്നുണ്ട്. എന്താടാ കാര്യം എടാ എന്താ? പട്ടാളം പിന്നെ വന്നിട്ടുണ്ട്. ഓ, ആണോ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സീനാക്കിയിട്ട് പോയതല്ലേ. കണ്ട നിങ്ങളെ തറപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. എടാ നങ്കു, ആരെടാ? എടാ മറ്റേ പട്ടാളം ഉത്സവത്തിന് വന്നായിരിക്കും, ആളെ മെനക്കെടുത്താൻ. എന്നാ ശരിയടാ, ഞാൻ വിടാം. ശരി എന്നാ. ഓക്കെ കേട്ടോ. നങ്കു, വൈകുന്നേരം ഷോപ്പിലേക്കോ? ക്യാച്ച് സെറ്റാക്കി വെച്ചു. ആ മെമ്പറെ, എല്ലാം ശരിയായില്ലേ? മോക്ക് പോലീസിൽ ജോലി കിട്ടിയെന്ന് കേട്ട്. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ഒരുപാട് പണി. ഇത്തവണെങ്കിലും ഷെഫീഖിനെ പിടിച്ച് കെട്ടിക്കണം. മെമ്പറായിട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോ അതൊരു അന്തസ്സാണല്ലോ. മെമ്പറെക്കാട്ടിലും വലിയ പദവിയില അവൻ. അതും ശരിയാ. മെമ്പറെ, ആ ഉള്ളിയെ കൊടുത്തോളൂ. ഇത് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? വീട്ടിലെ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാണ്. മോളുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ വീഴ്ചേൻ്റെ കാര്യമെങ്കിലും ഒന്ന് ശരിയാക്കി. ആ ഷെഫിക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുമോളുടെ അമ്മ. ഓ, ഇവരുടെ ആ വീൽ ചെയറിന്റെ കാര്യം അത് നമുക്ക് വഴിയുണ്ടാക്കാം ചേച്ചി. ശങ്കറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാമോ. ശരി മെമ്പറെ, എന്നാ വിളിക്കാം. ശരി. എല്ലാരും എന്റെ നിക്കാഹ് കൂടാൻ ഒരുങ്ങിയിരിക്കുക. ഈ എന്തോന്നും പറയാത്ത ഷെഫീക്കെ. ഉമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, നാളെ തന്നെ തിരിച്ചു പോണോ? ഈ എല്ലാ വരവിൽ ഇത് തന്നെയാ പറയാറ്. ഈ പ്രാവശ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. എന്നോട് ചോദിക്കരുത്. തുടങ്ങി. ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്റെ സമ്മതം ആർക്ക് വേണോ? തിത്തുമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ? എന്താണ് ഷെഫീക്ക കാര്യം? ഓ, ഈ തിത്തുമിച്ചിന്റെ ഒരു കാര്യം, ഒരു മണ്ണാങ്കട്ടത് വായി തുറന്നോളൂ. സമീറയ്ക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. വേണ്ട. അപ്പണി ചപ്പട്ട പണിയാ, പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയൊന്നുമില്ല. എന്നാ ആരാ പറഞ്ഞത്? അന്തസ്സായിട്ട് പണിയെടുക്കാൻ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അല്ല, ഈ എസ് എ പോസ്റ്റ് നല്ലതാ. പാപ്പാ, ഈ പോലീസ് മിലിറ്ററി എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ജോലിയല്ല. രാജ്യത്തിന്റെ കാവൽക്കാരവര്. വേറെ ഏത് ജോലിയേക്കാളും അന്തസ്സുണ്ട് അതിന്. ആരും നിർബന്ധിക്കാതെ നീ പോയി പോലീസ് ടെസ്റ്റ് എഴുതി പാസ്സായില്ലേ, ഫിസിക്കലൊക്കെ നീ ഈസി ആയിട്ട് കിടക്കും. എന്താ നിന്റെ അഭിപ്രായം? നീ അവളുടെ കെട്ടിയവനല്ലേ? നല്ല ആളോടെങ്കിലും ചോദിച്ചു. ഷെഫീഖിന്റെ അഭിപ്രായം തന്നെ എനിക്കും. സമീറ പോലീസ് ചെറുന്ന ജോറാവും. എന്തായാലും എനിക്കതിൽ താല്പര്യം. നിങ്ങൾക്ക് പിന്നെ എന്തിനാ താല്പര്യമുള്ളത്? ഇവനൊക്കെ എന്റെ കൂടെ ഇവിടെ ബിരിയാണി വെക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഏത് നിലയിലെത്തിയനെ പിടിച്ച കിട്ടുമായിരുന്നു. പിന്നെ ഭയങ്കര. എടാ, ദിവസവും ഇവിടെ നിന്ന് ഗൾഫിലേക്ക് എന്താ ബിരിയാണി കയറ്റി വിടുന്നത്? എടാ, ബുദ്ധി വേണമടാ, ബുദ്ധി. ഇത് ചുമ്മാ കണ്ട പാകിസ്ഥാന്റെ വെടിയേറ്റ് ചാവാൻ വേണ്ടി. എന്നെ കൊണ്ട് കഴിയാത്ത എന്തിനാ ജോന്റെ മെക്കിട്ട് കയറുന്നത്? തിത്തു, പോ എന്റെ മുമ്പിൽ. എടി, നീ വാപ്പ പറയുന്ന കേട്ട് ഇളകരുത്. നിന്നെ പോലീസ് യൂണിഫോം ഇട്ട് കാണാനാ ഉമ്മക്കിഷ്ടം. ആ, ഉമ്മക്ക് വിവരമുണ്ട്. ഞാൻ പോയി നല്ലൊരു നാടൻ കോഴിയെ മേടിച്ചിട്ടാ. പോലീസ് സെലക്ഷൻ കിട്ടിയതൊന്നും ആഘോഷിക്കണം. എന്റെ വാപ്പ ഇങ്ങനെ ബലം പിടിച്ചിരുന്ന ചങ്ക് പൊട്ടിപ്പോ. അമ്മന്റെ ആങ്ങളമാരെ കിട്ടിയ മാറ്റാക്കി ആങ്ങളമാറ്റ. എന്റെ അമ്മനെയും പഠിച്ചിട്ട് അമ്മന്റെ തെണ്ടി ആങ്ങളമാര് എഴുതി വാങ്ങിയ സ്ഥലമാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കും ശങ്കര. എന്റെ പൊന്നു മോനെ, ഇവരോട് ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എന്റെ കെട്ടിയവൻ എന്നെ ഇട്ടേച്ചു പോയ എന്റെ മനസ്താപേട്ടന്. അതിനുശേഷം കല്യാണം എന്ന് പറയുന്ന ഏർപ്പാടിനോടെ വെറുപ്പാ. ഇവളോടെ ഉണ്ടായിരുന്നോ? ഹോസ്റ്റലിലായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ എത്തും. നീ ഇപ്പൊ ഏതിനാ പഠിക്കണേ? ഡിഗ്രിക്ക്. അതപ്പോ ആ ഉച്ചത് ചെമ്മീൻ കറി ഇടിക്ക്, നല്ല ടേസ്റ്റിംഗ്. മോളെ ശാലിനി, കുറച്ച് ചെമ്മീൻ കറി എടുത്തോണ്ട് വാ. തലവേദന. നിന്റെ അനീതിയല്ലേ?
അവളോട് എന്തെങ്കിലും പണി പറഞ്ഞ അപ്പൊ തുടങ്ങും തലവേദന. പെണ്ണിന്റെ ഒരു കാര്യം ഇങ്ങനെ ഒരു മടിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു ഓരോരുത്തരുടെ തലയിലെടുത്ത് പട്ടാളത്തിൽ പോകണമെന്നും പറഞ്ഞ് ആ സ്കൂളിന്റെ NCC മാഷിനെ വട്ടം പിടിച്ചത് ഇവനാ. ഇവിടുത്തെ കറാപ്പശന്റെ പാല് എത്രയാ മാഷ് കുടിച്ചു തീർത്തത്. ഞാൻ വിളിച്ചോ പാകിസ്ഥാൻ നമ്മളെ കൈ കിടക്കേ അവന്റെ ഹോട്ടലിൽ നാപ്പാട് നക്കാപ്പിച്ച ഒറ്റ ഫുള്ളുണ്ട് തരും. ഇവനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ഉപകാരമില്ല. എനിക്ക് ഇതിൽ ഞാൻ എന്റെ ബാപ്പനോട് ബിരിയാണി തരണം. അല്ല ഞാൻ മദ്യനെ ലംഘിച്ച് ഞാൻ എന്തും പറയും. വാപ്പ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ പോണില്ലേ? ഇപ്പൊ പോകാറില്ല. ഇവിടുത്തെ ഈ കച്ചവട കണക്കൊക്കെ നോക്കി ബിരിയാണി വെക്കാനൊന്നും വാപ്പയ്ക്ക് അറിയില്ല. മൂപ്പരാൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മളെ ജിമ്മൻ ജമാൽക്കാൻ്റെ മോളെ കല്യാണമാണ് അടുത്ത ആഴ്ച. അതിൻ്റെ ഇടയിൽ വാപ്പനെ കുളിപ്പിക്കുന്നത് ജിമ്മൻ ജമാൽക്ക് നമ്മൾ എന്താളാ നമ്മൾ ജിമ്മിൽ വെച്ച് കാണണം. ജിമ്മിലോ? അതിന് നീ ജിമ്മിൽ പോണ്ടോ? ജിമ്മല്ല അതിൻ്റെ ഒട്ടായില്ല ബീവറേജ് അവിടെ പോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ചെമ്മീൻ കറി എടുക്കണി. ചെമ്മീൻ കറി ചെല്ലടി. അമ്മക്കൊന്നും കഴിക്കട്ടെ. ഓടാ അയ്യോ ഷഫീഖേ, ഷഫീഖ്, ഷഫീഖേ, ഓ ഒന്നാടെ നിൽക്കടോ. എന്നോട് ഒരു രഹസ്യം പറയാനാ ഒപ്പം കൂടിയത്. ഇതിപ്പം വിളിച്ചു പോയി പറയേണ്ട അവസ്ഥയായി. നൈന ഫാത്തിമ എൻ്റെ സ്കൂളിലെ ടീച്ചറാ. പഠിക്കുക മൊഞ്ചത്തിയ. കളി വീണ്ടും കെട്ടാൻ പോകണം. ചുമ്മാ നീ തമാശ പറയാതെ. ഇത് അനക്ക് വന്ന ആലോചനയാ. നമ്മുടെ മൂത്താപ്പൻ്റെ മോളെ നിക്കാഹിനി ഒരു കുടുംബത്തോടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് അവർക്ക് പെരുത്തിഷ്ടായിന്ന്. ആ കുട്ടീനെ കാണാൻ നീ ഒന്ന് സ്കൂൾ വരെ വാ. എന്നെ തിരക്കി വന്നാന്ന് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഞാൻ ശങ്കരനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ നമ്മ തിരിച്ചു കൊടുല്ലേ? എങ്ങോട്ട്? അല്ല പള്ളിയിലോട്ട്. ഇല്ല അല്ലേ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഷഫീഖേ സ്കൂളിലൊക്കെ. ഓ കാറിനില്ലേ കേട്ട് വീടിയാടാ. ആ ഏർപ്പാട് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ബീഡി എന്നിട്ടാണോ ഷെഫിക്ക് എന്നെ വെട്ടി വെച്ച് കൊല്ലാൻ? അതിന് ഈ സ്വകാര്യമായിട്ട് തന്നാ മതി. വീട്ടിൽ കിടക്കുന്നവൻ എങ്ങനെയാ അതറിയാ? ഓൻ അറിഞ്ഞാലും ഇല്ലേലും ബീഡി തരില്ല. ഓന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനുണ്ട്. നിങ്ങൾ വേണം വെള്ളം കുടിച്ചോളൂ. ശങ്കര ഒരു വീഡിയോ തന്നെ നല്ല വീഡിയോ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ വേണ്ടിയിട്ടാണല്ലോ മുപ്പത്തിന് ചൂടാക്കാനോ? രണ്ടും ഓര് കൊടുക്ക എന്റെ പീടിയല് പീടി ഞമ്മക്ക് മാത്രം തന്നൂടാ. ഇച്ചൊക്കെ മുട്ടിഞ്ഞ് പോവുകടാ. ശരി വരെ വെച്ച് ഇതിനെ കളിയാക്കുക. ഈ നോക്കിക്കോ അന്റെ കച്ചവടം പൊട്ടി പാപ്പർ സൂട്ടായി ഇതിലൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. എന്റെ കണ്ണോണ്ട് ഞാൻ കാണും. നോക്കിക്കോ. ഉമ്മായെ ഉമ്മായെ അത്രയും കാലമൊക്കെ നിങ്ങൾ ഉണ്ടാവോ? എന്റെ കോടികള്. ഓന്റെ ഒരു ലക്ഷവും കോടിയോ ഇഞ്ഞും മുടിഞ്ഞു പോകടാ. Shafiq, fall out! എന്ത് രസമുള്ള ഓർമ്മകളാണല്ലോ ഇവിടെ. എന്ത് രസം? അനക്കുള്ള രസമായിരിക്കും. എനിക്ക് അത്ര രസമൊന്നുമില്ല. ചിരിക്കില്ലെങ്കിൽ സാധനം കാണിച്ചേ. NCC സ്റ്റെപ്പിന് ഒരു മാറ്റമില്ല. പരേഡ് സാവധാൻ, പരേഡ് വിശ്രം. NCC മാഷിനും യാതൊരു മാറ്റമില്ല. പഴയ ചുറുചുറുക്കൊക്കെ അതുപോലെ തന്നെ. ആ നല്ല ചുറുചുറുക്കുണ്ടാവും. എന്റെ വീട്ടിലെ പശുവിന്റെ പാല് കുറെ കമ്മിയുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ആ ഷെഫീഖ എപ്പോ വന്ന്? ഞാൻ കുറച്ച് ദിവസമായി. എന്തിപ്പോ തന്റെ റാങ്ക്? ഇപ്പൊ ക്യാപ്റ്റനാണ്. അടിപൊളി. അപ്പൊ ഞാൻ സല്യൂട്ട് ചെയ്യണല്ലോ. അയ്യോ സാർ എന്താ കാണിക്കുന്നത്? യോഗയിലാണ്ടേ ഇല്ല സാറ് എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നേ. അല്ല ഞങ്ങരാ ഇപ്പൊ നിന്റെ പശുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആയിട്ടാളെ തച്ചാണ്ട് കൊന്നാഞ്ഞി. ഓ നന്നായി. അല്ലെങ്കിൽ ആയിട്ടുകൾ ആത്മഹത്യ ചെയ്തേനെ. രണ്ടാളും എന്താ ഇവിടെ? ഇവന്റെ ഒരു കാര്യത്തിനാ ഇവിടെ പഠിപ്പിക്കുന്നൊരു എന്റെ അളിയനെ കാണാൻ വന്നാ. ഉമ്മർ സാറ് സ്റ്റാഫ് റൂമിലുണ്ട്. ചെല്ലേ. ശരി സാർ. ഷഫീഖെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ
കുട്ടികളെ ഞാനൊന്ന് അസംബ്ലി ചെയ്യിക്കാം. അവർക്കിതൊരു റയർ ഓപ്പർച്യൂണിറ്റി അല്ലേ? ഈ ഗ്രൗണ്ടിൽ മാർച്ച് ചെയ്തിരുന്ന ഒരാൾ ഇന്ത്യൻ സേനയിൽ ക്യാപ്റ്റനായി ഇവിടെ വരുമ്പോൾ അതിൽ എനിക്കില്ലടോ ഒരു അഭിമാനം. കുട്ടികളോട് രണ്ട് വാക്ക്, അവർക്കതൊരു മോട്ടിവേഷൻ ആവും. നീ അത് എടുത്തു കൊടുക്കണം. ശരി സർ. ഓ ലൈൻ തട്ട്. കഴിഞ്ഞ മാഷെ ആരാ? ഉമ്മർ സാർ. സാറ് ക്ലാസ്സിലാണല്ലോ. ഉമ്മർക്കാണ് ഈ വീട്ടിൽ നിന്ന് കാണാനല്ലേ? ഉമ്മ കാണാൻ നൈന ടീച്ചർ പറഞ്ഞില്ലെന്താ? HM-ന്റെ റൂമിലാണ്, കുറച്ച് കഴിയും വരാൻ. ശരി, താങ്ക്സ്. അല്ല, ഉമ്മർ സാറിനോട് ആര് വന്നു പറയണം? ഇത് ഉമ്മർ സാറിന്റെ അളിയൻ. അളിയൻ വന്ന് പറഞ്ഞാൽ മതി. NCC മാഷിന്റെ അടുത്ത് പോകാം. എന്തിന് വീട്ടിലുള്ളതാണ്? ഒരു പട്ടാളക്കാരന്റെ പ്രയോറിറ്റി അവനോ അവന്റെ കുടുംബമോ അല്ല. അവൻ ജീവിക്കുന്നത് തന്നെ അവന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസവും ആശ്വാസവുമാണ് അവന്റെ ജീവശ്വാസം. നിങ്ങളെല്ലാം പട്ടാളക്കാരാവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കെല്ലാം ഒരു പട്ടാളക്കാരന്റെ മനസ്സായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാടിന്റെ ഉയർച്ചയും സുരക്ഷയും ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. വെട്ടിപ്പിടിക്കാൻ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കണം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരാണ് പട്ടാളക്കാർ. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് അതിർത്തിയിൽ വിജനമായ സ്ഥലത്ത് വിറങ്ങലിക്കുന്ന കൊടുന്തണുപ്പിൽ കാവൽ നിൽക്കുന്നവർ. 1-2 ദിവസമല്ല, ആഴ്ചകളോളം ശത്രുവിന്റെ രഹസ്യനീക്കം പിടിച്ചടക്കാൻ വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ച് വിശപ്പെന്തെന്നറിയാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ. അവരാണ് പട്ടാളക്കാർ. അവരെ ആരും ഓർക്കാറില്ല. ഓർത്താലും പട്ടാളക്കാരൻ നമുക്കൊരു യൂണിഫോം മാത്രമാണ്. ഒരു പട്ടാളക്കാരനെ വെടിയേറ്റാൽ അതവന്റെ ജോലിയുടെ ഭാഗം മാത്രമല്ലേ എന്നാണ് പലരും പറയാറ്. പക്ഷേ ഒരു സിവിലിയനെ വെടിയേൽക്കുമ്പോൾ മുറിയുന്നത് അവന് മാത്രമാണെങ്കിൽ ഒരു പട്ടാളക്കാരനെ വെടിയേൽക്കുമ്പോൾ മുറിയുന്നത് രാഷ്ട്രത്തിനാണ്. ജയ് ഹിന്ദ്. ടീച്ചറെ, എന്താ മാഷേ? ഷഫീഖിനെ കണ്ടോ? ഇല്ലല്ലോ. NCC സാറിന്റെ ക്ലാസ്സിലുണ്ട്. പാവം, മാഷ വെടി കൊണ്ട് ചാവാറായിട്ടുണ്ടാവും. വാ നമുക്ക് കാണാം. കഴിഞ്ഞു. ഇനി ഈ ബൂട്ടിന്റെ ചവിട്ടൊന്നും അധികമില്ല. റിട്ടയർ ആവാറായി. പിന്നെ നീ ഇപ്പൊ പിള്ളേരെ മാത്രമല്ല, എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആണോ? ഡാ ഗൗരിയെ വിളിച്ചത്. ശാലിനിക്ക് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ചെല്ലാൻ പറയുന്നുണ്ട്. സാർ മാഷേ. ശരി. വാ. ഷീസ് നോട്ട് കോൺഷ്യസ്. സിസ്റ്റർ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എന്താ? ഈ മെഡിസിൻസ് വാങ്ങിക്കാം. ഒന്ന് മേടിച്ചു. ഞാൻ മേടിച്ചോളാം. നീ നോക്കാം. എന്താടി? എനിക്കറിയില്ല ഏട്ടാ. മോളെ ശാലിനി, എന്താ അമ്മ? ഡോക്ടർ, ഇരിക്കും. എന്താ പേര്? ഷഫീഖ്. മിസ്റ്റർ ഷഫീഖ്, ഇത് ശാലിനിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫിനോമിനയാണ്. വിശ്വസിക്കാൻ പറ്റില്ല, ബട്ട് ശാലിനി പോലുള്ള പെൺകുട്ടികളാണ് ഈ വക ട്രാപ്പിൽ പെടുന്നത്. ട്രാപ്പ്? ഐ എം സോറി, ബട്ട് ഷീ ഈസ് യൂസിങ് ഡ്രഗ്സ് ആൻഡ് ദാറ്റ് ടു ഓവർഡോസ്. ഇഞ്ചെക്ഷൻസോ നോർമൽ ഡ്രഗ്സോ ഒന്നുമല്ല. സി, ഇതുപോലത്തെ ഡ്രഗ് ഇൻഫ്യൂസ് ബാൻഡേജസ് ആണ് ഡ്രഗ് മാഫിയ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ചെറുപ്പക്കാരിലൂടെ. റൂമിൽ പോയി ആ കുട്ടിയുടെ കാൽപാദങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകൾ കാണാം. ഒരു ചെറിയ മുറിവുണ്ടാക്കി ഈ ബാൻഡേജ്, ഡ്രഗ് ഇൻഫ്യൂസ് ബാൻഡേജ്, അതിലൊട്ടിക്കും. ദാറ്റ്സ് ഹൗ ദേ ഡു ഇറ്റ്. ഡോക്ടർ, ഇതിന്റെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്? അതിനൊക്കെ ഇവിടെ ഏജന്റുമാരുണ്ട്. അവൾക്ക് വേണ്ടത് മെഡിക്കേഷൻ അല്ല, ഷീ നീഡ്സ് കൗൺസിലിംഗ്. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എത്തിയാൽ there's no going back. താങ്ക് യു ഡോക്ടർ. ശകല, ദാ. പിന്നെ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിരുന്നു. എന്താ പറഞ്ഞു? പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏതോ ഒരു മുറിവിൽ നിന്നുണ്ടായിട്ടുള്ള ഇൻഫെക്ഷനാണ്.
പിന്നെ സമയത്തിന് ടെറ്റസിന് ഇഞ്ചക്ഷൻ എടുക്കാത്തതുകൊണ്ട് ബോഡി ഒന്ന് റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇവളെന്നെ ശരിക്കും പേടിപ്പിച്ചു. ഞാൻ ഇവിടെ എത്തുന്നവരെ ടെൻഷൻ അടിച്ചിട്ടേ എൻ്റെ ജീവൻ അങ്ങോട്ട് പോയി. ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകാന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇനി മുറിവ് ഉണ്ടാവാതെ നോക്കണം. ശ്രദ്ധിക്കല്ലോ മോളെ. ഇതെന്ത് പോണാണോ? ഇത് ടച്ച് സ്ക്രീനാ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫോൺ. അമ്മാൻ വിചാരിച്ച കാര്യം ഇതുകൊണ്ട് നടക്കും. ഒഴിവുള്ള സമയത്ത് ഈ എനിക്കൊന്ന് പഠിപ്പിച്ചു അത് തരണം. ഞാൻ ഏറ്റു. അമ്മാവൻ പോ. ഈ കുന്തത്തിൽ എന്തെങ്കിലും കണ്ടാ മതിയായിരുന്നു. ഇതോ ടോപ്പ്. ബാറ്ററി കപ്പാസിറ്റി കൂടുതലേ. ഓക്കെ, താങ്ക്സ്. ബൈ. അല്ല ഏട്ടാ, ടോപ്പ് അപ്പ് ചെയ്യാൻ നമ്പർ ഒന്നും അറിയണ്ടേ? അതെവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാ, അവരുടെ നമ്പർ എനിക്കറിയാം. ഓ, ഇക്ക ഇരിക്കെ. എങ്ങനെയുണ്ട്? വന്നപ്പോ മുതൽ കിടക്കുക, നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും ചെറിയ മുറിവോ വേദനയോ ഉണ്ടെങ്കിൽ ആരോടും പറയില്ലല്ലോ, അതും കൊണ്ട് ഇങ്ങനെ നടന്നോളും. സാരമല്ല, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. ആ മോനെപ്പോ എത്തി? ഇതേ ഇപ്പോൾ വന്നോളൂ. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വകയും കഴിച്ചിട്ടില്ല. എന്താ ചെയ്യുക, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ ചായ എടുക്കാം മോനെ. നീ ആദ്യം ചെയ്യുന്നത് അവസാനം ചെയ്യും, അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യും. ഒരു തകർക്കാണല്ലോ. വാപ്പയെ നമ്മൾ നേരത്തെ കളത്തിലിറക്കേണ്ടതായിരുന്നു. ശരിയാ, ആ പണിക്കാരേതാ പൊള്ളിച്ചെടുക്കുന്ന. ഷഫീഖെ, നീ അതിർത്തി പോയി കാവലെടുക്കാതെ ഇവിടെ ഒരു ബിരിയാണി കട തുടങ്ങിക്കൂടായിരുന്നോ? മമ്മദിന്റെ മോന് ഇക്കാര്യത്തിൽ ഇടവും വല്ല നോക്കേണ്ട കാര്യമുണ്ടോ? വാ പുയ്യാപ്പളെ പയ്യപ്പെടാം. ശരി, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അല്ല ഷെഫീക്കെ, എന്റെ വാപ്പ നാട്ടുകാർക്ക് മുഴുവനും ബിരിയാണി ഉണ്ടാ കൊടുക്കണ്ടല്ലോ, അനക്ക് വേണ്ടിയിട്ടൊരു ബിരിയാണി വെക്കണ്ടേ? ഏത് എന്ന് ഞാൻ മുടിക്കട്ടെ. ഷെഫീഖെ നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. ഒന്നേ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. വാപ്പ പാളിപ്പോയടാ. എന്തുറ്റി? ബിരിയാണി അടി പിടിച്ചു പോയി. ഈ ഗ്യാസിന്റെ ഭാഗം വാപ്പയ്ക്ക് പിടി കിട്ടിയില്ലടാ. വാപ്പ വിഷമിക്കില്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഈശ്വരാ, എന്ത് വഴി ഉണ്ടാക്കായേ? ആ ജമാൽക്കും ജിമ്മന്മാരായ 5 മക്കളെ കൂടെ എന്നെ തട്ടിക്കൂട്ടി ഇന്ന് ബിരിയാണി ഉണ്ടാക്കൂ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? അടിക്കൂ.
ചേട്ടാ ഒന്ന് സ്പീഡിൽ പോ. സമയം ഇവിടെ തിരക്കിട്ട് പോണ്. ശങ്കര, നീ വിളിച്ചില്ലേ? ആ വിളിക്കാം. ആ ഹലോ, ആദാമിന്റെ ചായക്കടല്ലേ? ശങ്കര വാ. ചെമ്പെടുത്തോളി. ഇക്കാക്ക, നിങ്ങൾ ഒന്നും കൊണ്ടും ബേജാറാവണ്ട കേട്ടോ. ഷെഫീക്കും ശങ്കരനും കൂടിയില്ലേ ആ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് കോഴിന്റെ ബിരിയാണിയൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പാപ്പാ, നീ എൻ്റെ മാനം രക്ഷിച്ചു എന്ന് കരുതി അഹങ്കരിക്കുന്നെങ്കിൽ ഇല്ലടാ, നിനക്ക് തെറ്റി. നീ എന്നെ അപമാനിച്ചിരിക്കുക. പാപ്പാ, ബിരിയാണി നന്നായി എന്ന് പറഞ്ഞു ഓരോരുത്തർ വന്ന് കൈപിടിച്ച് കുലുക്കിയപ്പം അർഹതയില്ലാത്ത അംഗീകാരം അത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പെടപ്പ് അത് അനുഭവിച്ചറിയണം. പാപ്പ, പാപ്പയെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അതിനിങ്ങനെ ഒരു വശമുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഈ പാത്രങ്ങളായിരുന്നു എന്നെ ചതിക്കില്ലായിരുന്നു. വാപ്പയ്ക്ക് വിറകെടുപ്പേ പരിചയമുള്ളൂ. പോട്ടെ പാപ്പ, സാരമില്ല. ഏതായാലും പറ്റിയത് പറ്റി. മെമ്പറോട് കഞ്ഞി വിളമ്പാൻ പറ. ഞാൻ അവിടുന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. വിഷം കഴിക്കുന്ന പോലെ നീ ഇതും ഞാൻ കഴിക്കണം. എൻ്റെ ബിരിയാണി പോഞ്ഞുപോയി. എനിക്ക് കഴിക്കാൻ കൊള്ളില്ല, കുഴിച്ചിടാനേ പറ്റൂ. ഈ പാത്രങ്ങളൊക്കെ വല്ല ആക്രിക്കാർക്കും കൊടുത്തേര്. ഇനി ബാപ്പ ബിരിയാണി കഥയും കൊണ്ട് നിന്റെ അടുത്ത് വരില്ല. പോയി കിടക്കടാ. കിടക്കടാ മോനെ. ചീച്ചിലുണ്ടോ? ഇപ്പൊ പിടിച്ചിട്ടുള്ളൂ. എന്താ വില? പൈസ ഞാൻ ആടുന്ന് വാങ്ങിക്കോളാം. ആ ശങ്കര, വാങ്ങി പിടിക്കേ. ഞാൻ പിടിക്കില്ല, എനിക്ക് അറപ്പാ. കഴിക്കുമ്പോ അറപ്പൊന്നും കാണാറില്ലല്ലോ. അത് പൊരിച്ചിട്ടല്ലേ? വീട്ടിൽ കൊടുത്താൽ
ടീച്ചർ വാ വാ. ഒന്നുമില്ലടാ ഒന്നുമില്ല. എല്ലാരും പുറകോട്ട് മാറ്. മാറിക്ക്. ഷഫീഖേ. പേടിക്കണ്ട, വാ വാ മോളെ. വാ. ഷഫീഖേ. പടച്ചോൻ കാത്തതാ മോനെ, ഇല്ലെങ്കിൽ ഈ ആ കുട്ടികളും ആ വണ്ടിയിലൊപ്പം കത്തി മേലോട്ട് പോവുകയായിരുന്നു. തള്ളേ എന്ത് വർത്താനായി പറയുന്നു? കരുനാക്കെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞോളൂ, മിണ്ടാണ്ട് ഒരിടത്ത് എന്ത് നല്ല കാര്യം പറയാം, ഇവര് പഠിക്കൂലാലോ. ഇവങ്ങളോട് ബിരിയാണി വെക്കാൻ വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? അതാണ് ഞങ്ങൾ മിലിറ്ററിക്കാരുടെ ഒരു പവർ. എന്താണ്ടാ മിലിറ്ററി പോയത്? എന്റെ ഇവിടെ എന്താ മിലിറ്ററിന്റെ ഉണ്ട വെക്കുന്നുണ്ടാ? വാപ്പച്ചി, എന്താണെങ്കിലും ഷെഫീഖിന്റെ രക്ഷാപ്രവർത്തനം കൊണ്ട് തെന്നി തെന്നി പോകുന്ന കാര്യത്തിന് ഒരു തീരുമാനമായി. ഡോ, ഈ രക്ഷപ്പെടുത്തിയ കുട്ടികളെ മാത്രമല്ല, അതിനകത്ത് മറ്റേ ടീച്ചർ ഉണ്ടായിരുന്നു. ആര്? നൈന ടീച്ചറോ? അതന്നെ, ഞാനിപ്പോ ഓരെ കണ്ടിട്ടാ വരുന്നേ. ഓരതങ്ങ് ഉറപ്പിച്ചു. അത് അവര് മാത്രം ഉറപ്പിച്ചാ മതിയോ? അതിനല്ലേ നമ്മൾ അങ്ങോട്ട് പോന്നേ. നിനക്കാ മൊഞ്ചത്തി ടീച്ചറെ കണ്ട പെരുത്തിഷ്ടം ഉറപ്പാ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ NCC അണ്ടർ ഓഫീസർ ആയിരുന്നു. ഓ, OTU സെലക്ഷന് ഞാൻ മീററ്റിലെ മിലിറ്ററി ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പൊട്ടിപ്പോയി. അത് സാരമില്ല. പക്ഷെ എപ്പോഴും ഒരു ടീച്ചർക്ക് കുറച്ച് മിലിറ്ററി സ്പിരിറ്റ് ഒക്കെ ഉള്ളത് നല്ലതാണ്. അന്നത്തെ ആക്സിഡന്റിലൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. പക്ഷേ കുട്ടികളൊക്കെ ഇപ്പോഴും ഇത്തിരി ഷോക്കിലാണ്. അത് മാറിക്കോളും. നാളെ എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉണ്ടോ? ഇല്ല. എന്നാ വിരോധ അല്ലെങ്കിൽ സ്കൂൾ വരെ ഒന്ന് വരുമോ? അവിടെ നോർമൽ സ്റ്റുഡൻസിനെ പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ചെറിയൊരു സെലിബ്രിറ്റി ഇമേജും കൂടെ ഉണ്ടല്ലോ. ഒന്നേ കുറച്ച് ഇങ്ങോട്ട് വന്നോട്ടെ. 15 എന്ന് പറയുമ്പോ 15 ഞായറാഴ്ച പ്രശ്നമൊന്നുമില്ലല്ലോ. ഉറപ്പിക്കാം അല്ലേ? അപ്പൊ 15 ഞായറാഴ്ച കുഴപ്പമില്ല. അതെ, നിങ്ങളുടെ പെർമിഷനിലാണ്ട് ഞങ്ങൾ ഇതങ്ങ് ഉറപ്പിച്ചു. ഷെഫീഖെ, ഈ മാസം 15 ഞായറാഴ്ച അസറ് കഴിഞ്ഞ് കാരപ്പറമ്പ് റിസോർട്ടിൽ ദിവസം ഉറപ്പിക്കുന്നു അല്ലേ? നിക്കാകും കല്യാണമൊക്കെ ഓന്റെ അടുത്ത ലീവിനാട്ടെ. എന്താ ഷെഫീഖെ? അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി. എന്നാലേ പരിപാടി അടിച്ചു വിളിക്കും, ആഘോഷാക്കി കളയാം. പിന്നല്ല.
മെഹന്തി കയ്യൻ കയ്യിൽ മുറുകെ ചേരുമല്ലേ കുളിരും കാര്യങ്ങൾ ചൊല്ലാനുണ്ടേ നിനക്കായി കൽവിൽ പൂക്കും പൂമുല്ല കൊമ്പിൽ കെട്ടും ഊടേറാൻ നാണിക്കാൻ എന്താണ് നിന്നെയൊക്കെ കണ്ടിട്ടാ ഞാൻ സാധനം ഇറക്കിയേക്കുന്നത്. പട്ടാളല്ലേ പറഞ്ഞു. നിങ്ങളൊന്ന് സ്പീഡാക്കി കേട്ടാ. ഓ ഇപ്പൊ ആരെ നന്നാക്കാൻ പോവാണോ? പട്ടാളത്തിന് ഇവനൊരു പണിയില്ലേ ചങ്ങായി? ബാക്കിയെല്ലാം പറഞ്ഞോ. ഓക്കെ മച്ചാനെ, ഷോപ്പിൽ നിന്ന് കാണാം. ഓക്കെ ബൈ. ആരടാ പോയത്? ഞങ്ങളുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഫ്രണ്ടാവാൻ നിന്റെ ഒന്നും പ്രായമല്ലല്ലോ അവന്. ഇവന്മാരേതാ? ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ വന്നാണ്. എന്നാ വീട്ടിൽ പോ. നമ്മളിവിടെയൊക്കെ തന്നെ ഉള്ളതാ. അതുകൊണ്ട് കേട്ടറാ. നിന്നോടൊക്കെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സന്ധ്യ കഴിഞ്ഞ് ഇവിടെയുള്ള ഇരിപ്പ് വേണ്ടാന്ന്. ഓക്കോ വീട്ടിൽ പോടാ. ഹലോ, എന്താണ്? ഞാൻ പുറത്താ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് വീട്ടിലേക്ക്
പെട്ടെന്ന് വരും. ഏട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല. കോയമ്പത്തൂർ സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുക. അതുകൊണ്ടാ. ഞാൻ പോരാ. എന്താ ഗൗരി? എന്തോടി? ഇവളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പൊക്കെ വിളിച്ചത്. ഇവളെന്താ ചെയ്യണമെന്ന് ഇപ്പം ഇവക്ക് തന്നെ ഒരു പിടുത്തമില്ല. മാല ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞു. കമ്മലുണ്ടായിരുന്നത് ഏതോ കൂട്ടുകാരിക്ക് പണയം വെക്കാൻ കൊടുത്തു പോലും. കുറേ നാളായി ഇവളിങ്ങനെ നുണ പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പം നിൽക്കണ നിപ്പില് ഇവക്ക് 10,000 രൂപ വേണം പോലും. എന്തിനാണെന്നോ ആർക്കാണെന്നോ പെണ്ണാണെങ്കിൽ പറയണ്ടേ ഇവള്. അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല. ഏട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തല്ലിക്കൊന്നേനെ ഇവളെ. ഗൗരി ഒന്ന് പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ. നാശം പിടിച്ചോള്. എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ എത്ര ചെലവ്? എന്തിനാ നിനക്ക് ഇത്ര പൈസ? പറ മോളെ. പറടി. നിന്റെ ഈ കാലിലെങ്ങനെ മുറിവുണ്ടായെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മാർക്കറ്റിൽ കിട്ടാത്ത ബാൻഡേഡ് നിനക്ക് കിട്ടുന്നുണ്ടെന്നും എനിക്കറിയാം. അതെനിക്ക് ഈ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പറ. മോളെ, നീയും സമീറയ്ക്കാക്കി ഒരുപോലെയാണ്. പറ, എന്തിനാ നിനക്ക് ഇത്ര പൈസ? ആരെ നീ പേടിക്കുന്നു? ആരോടെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോസ്. ഏയ്, ഒന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. ഒരുത്തിനും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീ പറ, ആരാ അവര്? അവരുടെ പേരെനിക്കറിയില്ല. ഫോട്ടോ അവരെ ആ കലങ്കിന്റെ അവിടെ കാണാറ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. അവരെല്ലാരും പോയി. ഇവിടെ ആരുമില്ല. ഇവനറിയാമോ? ഇല്ല. നീ ഇവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, എനിക്കറിയില്ല. മറ്റവന്മാരൊക്കെ അവിടെ വീട്ടിൽ പോയി. ഇല്ല, അവിടെ ആരില്ല. ചേട്ടാ, അവിടെ ആരില്ലാന്ന്. നിക്കേട്ടാ, അങ്ങോട്ട് പോകണ്ടാന്ന്. അവിടെ നിൽക്കും. ചേട്ടാ, ചേട്ടാ, അവിടെ ആരില്ല. ഇങ്ങോട്ട് നിൽക്കാം. എന്താണത്? എന്താണെന്ന് നിനക്ക് എന്താ അറിയണ്ടേ? കഞ്ചാവാണോ? എന്താ അറിയണ്ടേ? ചോദിക്കണം.
ഷെഫീഖ് ഒന്ന് സ്റ്റേഷൻ വരെ ഓക്കെ സാർ ഓക്കെ. പശുപതി എടാ ഷോയെ എന്താ ഒന്നും മിണ്ടാത്ത? എടാ അച്ഛൻ എന്താ പറഞ്ഞ? പറയടാ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തിനാ വിളിപ്പിച്ചെന്ന് പറ. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെയാണല്ലോ വിളിപ്പിക്കുക. നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അതല്ലടാ. എന്തല്ലടാന്ന്? ഞാൻ പെട്ടത് ഒറ്റയ്ക്കാ. ആ മറ്റേ മോൻ കാരണം. എടാ കോപ്പേ, ഞങ്ങൾ 4 പേരില്ലടാ. പിന്നെ നീ എങ്ങനെ ഒറ്റയ്ക്കാ വന്നേ? 4 പേര് അത് ഞാൻ കണ്ടതാ. എടാ നാട്ടിലും വീട്ടിലും നമ്മളെല്ലാവരും നോട്ടപ്പുള്ളികളാണ്. ഇന്നാ ഗുജറാത്തിനെ കാണില്ലല്ലോ, എവിടെ പോയാ? നിങ്ങൾ പിന്നെയും തുടങ്ങിയില്ലേ പരിപാടി? നിങ്ങൾ 4 ഇതുപോലെ ഒരു വലന്റെ ഉള്ളിലാന്നുള്ള ചിന്ത ഇങ്ങൊക്കെ ഉണ്ടായിക്കോട്ടോ. വന്ന് ഈ മൈ വരെ ട്രോളി. രൂപേഷിന്റെ അച്ഛൻ. നോക്കി നിൽക്കാതെ വണ്ടി കയറാം. പോട്ടെ. എടോ താൻ്റെ മോനിപ്പോൾ എവിടെയുണ്ട്? അവനിപ്പോഴും ആ കൂട്ട് തന്നെയാണോ? അല്ല സാർ. എടാ അവനെ ഞാൻ ആ കേസിൽ പ്രതിയാക്കായിരുന്നത് ഷെഫീഖ് പറഞ്ഞിട്ടാ. ഇനി അവന് മാതിരി പണിക്ക് വന്ന ചവിട്ടിവൻ്റെ നാട്ടിൽ ഞാൻ ഓടിക്കും. എന്ത് ചെയ്യാനാ സാർ? നാടും വീടും മുടിപ്പിക്കാനായിട്ടുണ്ടായവൻ. എടോ ദിനേശ, തൻ്റെ മോൻ്റെ മേലൊരു കണ്ണുണ്ടാവണം. ഇനി അവനൊരു കേസിൽ പ്രതിയായാലേ സംഗതി എൻ്റെ കയ്യിൽ നിൽക്കില്ല. ആ വണ്ടിന്റെ എഞ്ചിൻ അയക്കണം. ആ പോലീസുകാരൻ ചെക്കൻ്റെ കൂടെ തണ്ടി തിരിഞ്ഞ് നടക്കണ്ടേ? ഇവിടെ നിന്ന് പണിയെടുത്തോളണം. ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നോളും. ആ കലുങ്കിന്റെ അടുത്ത് അങ്ങനെ നിന്നെ ഞാൻ കണ്ടാല് നിന്റെ മുട്ടുകാലം ഞാൻ തല്ലുപിടിക്കും. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പണിയെടുത്തോളണം. അവൻ്റെ ഒരു കമ്പനി പുറകും എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്ത് പൊടിയാണിത്? കുറച്ച് വെള്ളം ഒഴിച്ച് മുറ്റടിക്കണി. എന്നാ നീ തന്നെ അങ്ങ് തൂക്കിക്കോ. വരയ്ക്കാൻ പറഞ്ഞു. എന്താ ഇത്? ഇത് കുറച്ച് ആട്ടിറച്ചിയാ. ആര് പറഞ്ഞിട്ട്? ഷെഫീഖിന് വേണ്ടിയാ. അവനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടെന്ന് അറിയില്ല. അവൻ പോയല്ലോ. പോയോ? ഇന്നലെ വെളുപ്പിനെ പോയി. പിന്നെ അവന് വേണ്ടി കൊണ്ടുവന്ന ഇത് ഞാൻ വാങ്ങിക്കുന്നത് ശരിയല്ല. അത് കുഴപ്പമില്ല. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയെങ്കിലും എൻ്റെ മോൻ നന്നാവുമായിരിക്കും അല്ലേ മുഹമ്മദ് ക?
അല്ല മോനെ, ഞാൻ ആ സ്ഥിരമായിട്ട് കാണുന്ന സൈറ്റ് ഇപ്പൊ കാണുന്നില്ലല്ലോ. തന്നെ അതേത് സൈറ്റ് അപ്പൂപ്പ? എടാ മറ്റേത് പീസാണല്ലേ. ജീവിതല്ലേ മക്കളെ, കുറച്ച് എരും പുളിയൊക്കെ വേണ്ടേ? കുളിക്കാൻ പറ്റിയ പ്രായം. മനസ്സിന് പ്രായമായിട്ടില്ലടോ. കണ്ട ഗാന്ധിയൻ ലുക്കും കയ്യിലാണെങ്കിൽ തുണ്ടും കൊള്ളാം. അല്ല മക്കളാ പറയണത്. അത് പരിതേർട്ടെ വീണ്ടും ഇറങ്ങിയാണ്. അപ്പൊ ആ സൈറ്റൊക്കെ സർക്കാർ നിരോധിച്ചു. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? അപ്പൊ എങ്ങനെ പറയൂലേ? ഈ വണ്ടി മറിച്ചിരിക്കണ ഏർപ്പാടിന് അച്ഛൻ ബാംഗ്ലൂർ അപ്പൊ ആ ഗ്യാപ്പിൽ പുറത്തേ അടി. മമ്മിയാണെങ്കിൽ വീട്ടിൽ ഒടുക്കത്തെ കളി. കലിങ്കിലെ പ്രശ്നമാണെങ്കിൽ നാട്ടുകാർ കൂടെ അറിയുകയും ചെയ്തു. ആകെ മൊത്തം ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് അല്ലടാ, ഡാർക്ക്. ചേട്ടാ 2 ടോപ്പ്. അല്ല മോനെ, അപ്പൂപ്പന് ഇതിലൊന്നും കാണാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? അപ്പൊ പോ പോ, എന്നിട്ട് കാര്യമില്ല. പോ. നല്ല കുട്ടിയെ വല്ലതും നടക്കുവോ? അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയാം. അല്ല മോനെ, അതേതാ കംപ്ലീറ്റ് ബാൻഡ്. നമുക്കൊന്ന് മുട്ടി നോക്കാന്നേ. നങ്കുബായ്, ഈ ഫോണൊന്നും നോക്കോ? ഓൺ ആകുന്നില്ല. പ്ലീസ് അർജന്റാ. ആ കുട്ടീന്റെ കഴിഞ്ഞിട്ടായാലും മതി. തിരക്കില്ല. എടോ, താൻ പറഞ്ഞ സിം ഇപ്പൊ ഇവിടെ സ്റ്റോക്കില്ല. എന്തു പറ്റി? ഓടാവുന്നില്ലേ? ഇപ്പൊ ശരിയായി, കുഴപ്പമില്ല. ഇവരൊക്കെ അവന്റെ ആൾക്കാരാ. ചെവിട്ടിലെത്തിച്ച് കൊടുക്കാനുണ്ടല്ലോ കുറെ എണ്ണം. കോപ്പ്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പൊളിക്കണം. എന്ത് വലിയ ഉമ്മച്ചി വണ്ടി കയറി. അത് മൊത്തം കയറ്റ് ഒറ്റടി. വലിച്ചു കയറ്റുന്നാണ്. ഉമ്മച്ചി, ഇത് ബബിൾക്കാണ്. പുകയുടെ സ്മെല്ല് മാറാന് ഇത് ബെസ്റ്റാ. പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? അതെ, വീട്ടിൽ കയറുന്നതിന് മുമ്പേ അതങ്ങ് തുപ്പിക്കളഞ്ഞേക്കണം. എന്താ മോനെ, ഞാനത് ഇറക്കി. ഇനിയിപ്പോ ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? എന്റെ കൈമേല് ബീഡിയുണ്ട്, അത് വലിക്കുമ്പോ അത് അങ്ങോട്ട് ഉരുക്കി പോയിക്കോളൂ. ഒഴിക്കാൻ മതി. ജോഷേ, നീ ആ സാധനം കൊണ്ട് കൊടുത്തേ. ഇതിന്റെ മുകളിൽ എന്ത് വേണ്ടത്? ബാക്കിയൊക്കെ തെത്തുമ്മച്ച് നോക്കും അല്ലേ? പിന്നെ നോക്കിയ മച്ചി എങ്ങനെയുണ്ട്? ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ബദരീങ്ങളെ കൃപ കൊണ്ടാ ഈ പോട്ട ഇന്റെ കൈമ കിട്ടിയേ. ഓന്റെ ബാപ്പയും ഉമ്മയും ഒന്നും ഇത് കണ്ടിട്ടില്ല, ഞാൻ ഇട്ട് കാണിച്ചിട്ടുമില്ല. എന്റെ മോമതൂട്ടി പാവ. ഓൻ ഇതറിഞ്ഞ എന്നെക്കാലം മുമ്പ് വന്ന് കല്യാണം കൊടുക്കും നിങ്ങളെ രക്ഷിക്കായിരുന്നു. പക്ഷേ സുരയ്യ ഓളാള് ഗേമിയ രാഷ്ട്രീയക്കാരിയല്ലേ. ഓളിത് മറച്ചു വെക്കാനേ നോക്കൂ. നിങ്ങളെ കുട്ടീന്റെ ഭാവിയല്ലേ എന്ന് പോന്ന്. അത് ഓർക്കുമ്പോ എന്റെ നെഞ്ഞി പെട്ടക്കിയ. അതാ ആരെ അറിയിക്കാണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്ന്. പടച്ചോനോർത്ത് ദേ ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മളമ്മ കണ്ടിട്ടുമില്ല. നാടടക്കം വിളിച്ച് നിശ്ചയം നടത്തിയതാ. അതിനെന്താ, കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞിട്ട് കയ്യോ കാലത്ത് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൊറേ നാളായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഓൻ പൈസ ഒന്നും ഇപ്പൊ അങ്ങോട്ട് അയക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ സംഗതി ശരിയാ. പിന്നെ ഈ കാശ്മീരി പെൺകുട്ടികള് നല്ല മൊഞ്ചത്തിയാളാ.
പോട്ടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ദോഷം പറയരുതല്ലോ. ഷഫീഖിന്റെ ചന്തത്തിന് ചേർന്ന പെണ്ണ. കുറച്ച് വെള്ളം എന്താ? മോളെ കുറച്ച് വെള്ളം കൊടുക്ക്. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ. നിങ്ങളിത് എന്നോട് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഓ, ഇത് പന്നോടാരും ചോദിച്ചോ? ഉമ്മളെ ചെക്കനാ. എന്നാലും ഞാൻ പറയാ, ഉമ്മക്ക് ബന്ധം വേണ്ട. നൈനമോള് സ്കൂളിൽ നിന്ന് വന്നാ തഞ്ചത്തിൽ ലോകകാര്യം പറഞ്ഞു കൊടുക്കണം. ഈ മനുഷ്യന്മാരല്ലാണ്ടാക്കുന്നത് ഈ നിക്കാഹ. എന്താ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ലാ, നീ കാറിൻ്റെ കീ ഒന്ന് എടുക്ക്. എങ്ങോട്ടാ? എനിക്ക് ഉമ്മറൂട്ടി ഒന്ന് കാണണം. അയാളെ പള്ളിയിലുണ്ടാവും. അയാളാണല്ലോ ഈ ബന്ധം ഉണ്ടാക്കിയത്. വാപ്പച്ചി ഇവിടെ ഇരിക്കി. അത് ശരിയാവില്ല മോളെ. ഉമ്മർ സാറോട് ഞാൻ കണ്ട് സംസാരിച്ചോളാം. ഇരിക്കു വാപ്പച്ചി. എന്ത് സംസാരിക്കാനാണ്? വഴിയിൽ ആരെങ്കിലും വന്ന് പറഞ്ഞല്ലോ. ഓന്റെ വാപ്പാന്റെ ഒരേ ഒരു പെങ്ങളല്ലേ തിത്തുമ്മച്ചി. എന്റെ അഭിപ്രായം ഞാൻ തീർത്ത് പറയാം. നമുക്ക് ഈ ബന്ധം വേണ്ട. തിത്തുമ്മച്ചി സംസാരിക്കുമ്പോ എന്തോ ഒരു കളലക്ഷണം ഉണ്ടായിരുന്നു. വാപ്പ, ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ട്. ഒരു കളിയുമില്ല. അവർ നേരെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് നേരെ ഇവിടെ വന്ന് മറയില്ലാതെ കാര്യങ്ങൾ പറഞ്ഞത്. ഈ കശ്മീർ എന്ന് പറയുന്നത് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാലോ. ഉമ്മച്ചിയുടെ ഫ്രണ്ട് നബീസ് ആന്റിയുടെ ഹസ്ബൻഡ് കാശ്മീരിലല്ലേ? നസ്രേ, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കണേ? എനിക്ക് ഷഫീഖാനെ നന്നായിട്ട് അറിയാം. ഷഫീഖാനെ എന്നെ. ഇക്ക ഇനി കശ്മീരി പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞാലും ഞാനിനി അറബിച്ചക്കനെ കെട്ടിയെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ നിക്കാഹ് നടക്കും. ഓൾ അതൊക്കെ പറയും. അതും കേട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണ്ട. നിങ്ങൾ ആ ഉമ്മറൂട്ടീനെന്ന് വിളിക്ക്. നാറി, നീ എന്ത് പണിയാണ് കാണിക്കുന്നത്? തൊണ്ട നടിക്കാൻ ആകെ രണ്ട് കുപ്പിയുള്ളൂ. അതിനടിക്കണം അവന്റെ പതപ്പിക്കലും പരിപാടി. എല്ലാം കഴിഞ്ഞ് സോറി പറഞ്ഞാൽ മതിയല്ല. എടാ, നമുക്കിപ്പോ മറ്റേ അവസ്ഥയാണ്. എന്താ പറയാനേ? കർഫ്യൂ, നിരോധനാജ്ഞ പറയാൻ തന്നെ പണിയാണ്. എടാ, നീ അത് കളാ. ആ തള്ളയെ കൊണ്ട് നമ്മൾ നല്ല പണി കൊടുത്തില്ലേ? അതൊന്ന് ആഘോഷിക്കാന്ന് വിചാരിക്കുമ്പോഴാ. എടാ പ്രിൻസ് എവിടാ? ഹലോ, പറ. നീ എവിടെയാ? ഞങ്ങൾ എവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എടാ, ഞാൻ ലോക്കാടാ. ഒരു രക്ഷയില്ല. നിങ്ങൾ സെലിബ്രിറ്റി. മറ്റേ പരിപാടി കാണിക്കരുത്. നീ വെച്ചോ. എടാ, ഒരു സിപ്പ് എടാ. നമ്മളെന്ത് ഗംഭീരയുടെ ആഘോഷത്തിന്റെ പരിപാടിയാണത്. അക്കള്ള മാറി പറഞ്ഞോ നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത്. പൈസ പോയാലെന്താ? നല്ല പണിയല്ലേ കൊടുത്തതല്ലേ? ആ പേര് കൊടുത്താ ഞാൻ ഹാപ്പി. വളയനാട് പകപതിക്ക് എണ്ണയും കയറും കൊടുക്കുന്ന ഈ തറവാട്ടിന്റെ അവകാശിയാവൻ. അവൻ ഈ തരവഴി കാണിക്കില്ല ബഷീറെ. ഇനി അഥവാ അവനൊരു കാശ്മീരി പെണ്ണിനെ കെട്ടിയാൽ തന്നെ അവൻ അവളെയും കൊണ്ട് ഇവിടെ വരും. അതിനുള്ള ചങ്കുറപ്പോടെയാണ് ഞാൻ എന്റെ മോനെ വളർത്തിയത്. ഞങ്ങളും ഇതത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്നാലും തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. എന്നാലും ഇതിനിടെ ഈ കളി കളിച്ചതാരാ? അതറിഞ്ഞിട്ട് മതി ബാക്കി കാര്യം. ജാതിയും അതും നോക്കാതെ എല്ലാരും ഒരുപോലെ സ്നേഹിക്കുന്ന തറവാട്ടുകാരാ ഞങ്ങള്. മെമ്പറെ, ബിരിയാണി ഒന്ന് പുകഞ്ഞാൽ പിന്നെ വിളമ്പാൻ കൊള്ളില്ല. മനസ്താപം കാണും, എന്നാലും കളഞ്ഞേക്കണം. ചെറുക്കനെ പോലെ അല്ല പെണ്ണിന്റെ കാര്യം. അവരെ എന്തിനാ വെറുതെ തീതിയിരിക്കുന്നത്? ബഷീറെ, നമുക്ക് ഈ ബന്ധം വേണ്ട. സ്നേഹബന്ധം മാത്രം മതി. വാപ്പാ, ഇത് കണ്ടോ? ഈ ഫോട്ടോ ഫേക്കാ. കണ്ടോ ഉമ്മ? ഒരാൾക്ക് എങ്ങനെയാ 3 കൈ വരിക? ആന്റി നോക്ക്, അങ്കിളെ നോക്ക്. ഇതേ നേരെ ചൊവ്വെ ഫോട്ടോഷോപ്പ് അറിയാത്ത ആരോ ചെയ്ത പണിയാ. സത്യം പറ ബഷീർക്ക, ഇങ്ങക്ക് ഈ ഫോട്ടോ ആരാ തന്നെ?
ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാള്. നമ്മുടെ കുടുംബം അതാരാ? തിത്തുമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അല്ല ഉണ്ടായിരുന്നു. എങ്ങോട്ടാ? കുഞ്ഞാമിനൂര് വീട്ടിലേ മൗലൂദിന് പോവുക. ദേ ആ ഉമ്മച്ചിയ ഫോട്ടോ തന്നെ. നിങ്ങൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കി. ആരും മൈൻഡ് ചെയ്യാതിരുന്നാ മതി. നിക്കക്കളിയില്ലാതെ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാ. തിത്തുമ്മച്ചെ കൊണ്ട് ആരേത് ചെയ്യിച്ചേ? ഇപ്പൊ ബേജാറാക്കണ്ട, അത് ഞാൻ പതിയെ ചോദിച്ചറിഞ്ഞോളാം. ഓ എന്തായാലും ഇപ്പൊ തെറ്റിദ്ധാരണ മാറി. സത്യം പറഞ്ഞ നയനിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ഓനോ ഒന്നല്ല 4 കെട്ടിയാലും ഓൾ ഓനെ തന്നെയാ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണേ. പിന്നെ ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി വന്ന് തിരക്കിനേ ഉള്ളൂ. ഓളറിയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓള് ക്ലസ്റ്റർ ക്ലാസ്സിന് തിരുവനന്തപുരത്ത് പോയിരിക്കാ. ക്ലസ്റ്റർ ക്ലാസ്സോ? ഞാനറിയാതെയോ? ക്ലസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് സ്കൂൾ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത്താത്ത ക്ലസ്റ്റർ ക്ലാസ്സിന് പോയതേ കാശ്മീരിലേക്കാണ്, ഇക്കാക്കന്റെ അടുത്ത്. भले तू इधर रुक, मैं साहब को मिल के आता हूँ. ठीक है. मैं कम इन सर? Yes. Oh, Shafiq, welcome, welcome. Thank you, sir. जय हिंद सर. Jai Hind. Come on, sit down, Shafiq. Thank you, sir. I'm very happy for you. कैसा रहा ऑपरेशन? 3 टेररिस्ट को मार के गया साहब, 8 घंटे की कोशिश में. I already got this message. We are very proud of you. Thank you, sir. And I have a happy news for you. I recommended you for the Sena Medal of this year. Oh, thank you, sir. No. You truly deserve it. Now go and just relax, Shafiq. Okay, sir. जय हिंद सर. Jai Hind. ओए बली चले, चल. तू जा यार. क्यों? मेरा माड़ा जा काम है, इत्थे ही हूँ मैं. वाहेगुरु. क्वार्टर्स में बुलाएगा? ठीक है. हे रब्बा. अच्छा बेटा. अच्छा. बली सर से बात. चंगा फिर. जय हिंद साहब. ഇവിടെ എങ്ങനെ എത്തി? ബഡി എവിടെ? പറഞ്ഞു വിട്ടു. ഓക്കെ, വാ. ഇരിക്കെ. എന്നാലും താൻ എന്ത് ധൈര്യത്തിലാണോ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി പോകുന്നത്? തോന്നി. ഓരോ കാശ്മീരി കാവ് കുടിച്ചാണോ? വാ. താങ്ക് യു. കുടിക്കേ. താൻ പേടിച്ചു പോയല്ലേ? എന്തിന്? എനിക്കൊരു കാശ്മീരി ബീവി ഉണ്ടെന്നൊക്കെ കേട്ടപ്പോ. എന്റെ സംശയം മാറ്റാനല്ല, എന്റെ വീട്ടുകാരുടെ സംശയം മാറ്റാനാ ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. പിന്നെ മലബാറിൽ നിന്നൊരു മുസ്ലിം പെൺകുട്ടി കാശ്മീർ വരെ ഇയാളെ കാണാൻ വരണമെങ്കിൽ എന്റെ ട്രസ്റ്റും സ്നേഹവും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ.
ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ വഴിയിലേറാവോളം ഒഴുകിന കെടാതെരിയണേ നമ്മളിൽ നമ്മളെന്നെന്നും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ശിശിരമേ പതിയെ നീ തഴുകവേ എന്നിലകളിൽ പെയ്തു ഞാൻ ആർദ്രമായി നേർനെറുകയിൽ ഞൊടിയിൽ നീ മുഖരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ ഒരേ ചിറകുമായി ആയിരം ജന്മവും കെടാതുണരണേ നമ്മളിൽ നമ്മളാവോളം നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷീഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിമ്മിടാതെ എൻ ജീവനേ പോ. എന്നെ യാത്രയാക്കാൻ ഷെഫീക്ക് വരണ്ട. ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ ആരാടെ ഈ ഫോട്ടോ എടുത്ത ആരേത് ഉണ്ടാക്കിയെന്ന് ഈ കള്ള ഹിമാ റിപ്പോർട്ട് നമ്മളെ കൈമ തന്നത് എന്റെ പോലീസ് മോനെ ഇട്ടിച്ചോന്റെ പൊക്കുകൂടി വാട്ടണം പോടാ അവിടുന്ന്. എന്റെ ഷെഫീക്ക് മോനെ ദ്രോഹിക്കാൻ നോക്കിയത് അവരെല്ലാം കൂടി ഈ സ്ത്രീയെ പിടിച്ചു പുറത്തോണ്ട് ഒന്ന് എഴുന്നേറ്റ് എന്റെ പൊന്നു പോലീസ് മോനെ ഇവന്മാരെല്ലാം കൂടി ബീഡിന്റെ അകത്ത് എന്തോ ഓതിട്ട് എന്നെ കൊണ്ട് വലിപ്പിച്ചതാ. പോലീസ് സ്റ്റേഷൻ എനിക്ക് അറിയാത്തത് എടാ ദിനേശ തന്റെ മോന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞാലോ. മക്കളെ നേരെ ജോലി നടത്താൻ ഒരു പോലീസുകാരനെ പറ്റൂലെങ്കിൽ തനിക്ക് എന്തിനാണ് യൂണിഫോം ഇട്ട് നടക്കുന്നത്? എത്ര കൊണ്ടാലും പഠിക്കൂലടാ.
ഇവിടെ എങ്ങനെ എടുത്ത് ചത്തുപോയാലേ ഞാനെത്ര പറയണേ. ഇപ്പോഴാ സാറേ ഈ ലാത്തി കൊണ്ടൊരു ഉപകാരം ഉണ്ടായത്. ഇത്തവണ കൂടി നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുക. പോയി രക്ഷപ്പെടാൻ നോക്കണ. ഇനി ആ കലിങ്ങിൽ അവിടെ ഞാൻ കണ്ടല്ലോ. പൊക്കോ പൊക്കോ. നാശങ്ങള്. എനിക്കടാ എനിക്ക് എടി ഈ മാസം 22-ാം തീയതിയാണ് അവന്റെ നിക്കാഹ്. അവന്റെ വാപ്പ വീട്ടിൽ വന്ന് ക്ഷണിച്ച. ഏതായാലും കല്യാണ പരിപാടിയായിട്ട് അവൻ രാത്രി പള്ളിയിലേക്ക് ഇറങ്ങും. അവിടെ വെച്ച് പണിയാം. അവൻ രാത്രി ഇറങ്ങിയില്ലെങ്കിലോ? പോടാ, പള്ളിയിലോട്ട് എന്തായാലും വരും. വന്നില്ലെങ്കിൽ അടുത്ത പണി എന്താന്നേ എനിക്കറിയാം. നമുക്കിത് വല്ല ടീമിനും കൊട്ടേഷൻ കൊടുത്താൽ പോരെ. ഒരു പട്ടാളക്കാരനൊക്കെ പണിയാന്ന് വെച്ചാ അതും അയാളുടെ കല്യാണ തലേന്ന് കയ്യിന്ന് പോണ കേസാ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വലിയണമെങ്കിൽ വലിഞ്ഞോ. ഇത് ഞാനായിട്ടുള്ള പ്രശ്നം. ഇത് ഞാൻ തന്നെ തീർത്തോളാം. എടാ കോപ്പന്മാരെ, അവൻ വേറെ മൂടില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വാ, അവനൊന്ന് കൂളാക്കാം. നീ ഇങ്ങനെ കലിപ്പാവൂലേ? നോക്കിയിട്ടൊക്കെ ചെയ്യാം. മച്ചാമാരെ, അതെ, അടിച്ചു പൊളിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ട് ഷോപ്പിലെ. ആതിരപ്പള്ളി വിട്ടാലോ? നമുക്ക് ഒന്നിച്ചു പോവാം. എന്നിട്ട് പൊളിക്കാം. എന്നിട്ട് തലേന്ന് പോകാം. എന്നിട്ട് അവിടെയാണെങ്കിൽ എൻ്റെ കമ്പനിക്കാരൻ്റെ ഒരു സ്പോട്ടും ഉണ്ട്. വാ പോലെ വാ. ഇവിടെ വാടാ. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? അതൊക്കെ ഉണ്ട്. ഞാനും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്, നേരിട്ട് കാണുമ്പോൾ തരാം. ഇക്ക ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാ. നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. എടാ നീ പോയിട്ട് ആ കുടുംബശ്രീക്കാരോട് ഇങ്ങോട്ട് വരാം. നിങ്ങൾ പോയിട്ട് ആ മെമ്പറുടെ കൂടെ. എടാ നീ എടുത്ത് ചാടല്ലേ? എടാ ഇവന്മാര് പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്താ പോരെ? എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. എടാ ഞാൻ പറയുന്നേക്കടാ. അശോകേ പോടാ.
അശോകേ അശോക പറയടാ, പറ എന്താന്ന്. പറ്റിച്ചല്ലട മോനെ മോനെ മോനെ
الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله. ഇവിടെ ഇയ്യ്. ആ ആ ഇയ്യ്. ഇതവിടെ. ആ ആ ആ ഇയ്യൊന്ന് പോയാ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. നമ്മൾ നാടിന് വേണ്ടി വയ്യത്തായതാണ്. നമുക്ക് നല്ലോണം പോലെ പറഞ്ഞേക്കണ്ടേ. ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. എല്ലാവരും സ്കൂളിലേക്ക് വരണം കേട്ടോ. സ്കൂളിലേക്ക് ഇയൊന്ന് പറഞ്ഞോളൂ. സ്കൂളിലേക്ക് അംസേ ഇയൊന്ന് കൊണ്ട് വാ. അതിപ്പോ 300 കസേര അങ്ങോട്ടേക്ക് വിടണം. സ്കൂളിലേക്കുള്ള വണ്ടികളൊക്കെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സ്കൂളിലേക്കുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് ആളെല്ലാം വിളിക്കണം. പയ്യാനയ്ക്കൊന്നൊക്കെ ആൾ വരണം. പയ്യാനയ്ക്കുന്ന വരാണ്ട്, കുരിശുക്കുന്ന വരാണ്ട്. അതിപ്പോൾ ഈ പറയുടെ പറയാനുള്ളത് ഈ എന്തിനാ കരയുന്നത്? മയ്യത്തായിപ്പോയി. മെമ്പറേ, മാ माँ रोइए मत. Your son was a great soldier. He gave his life for our country. We are all proud of him. The whole country is proud of you, माँ. हमारे दिलों में वो हमेशा अमर रहेगा. ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല ഏകനായി വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുകിലോ നെഞ്ചേറ്റുമീ സുരഭില ഭൂവിനാ അവസാന ശ്വാസമേകി തനിയേ മായും നിതാ ഒരു രണവീര്യമാ തെളിയുന്നു ഉള്ളിൽ മിന്നും തിരിയാ ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല ഏകന വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുകിലോ നെഞ്ചേറ്റുമീ സുരഭില ഭൂവിനാ അവസാന ശ്വാസമേകി തനിയേ മായും നിതാ ഒരു രണവീര്യമാ തെളിയുന്നു ഉള്ളിൽ മിന്നും തിരിയാ. ജമ്മുവിലെ ഭീകരാക്രമണത്തിൽ
കൊല്ലപ്പെട്ട കോഴിക്കോട് എടക്കാട് സ്വദേശി ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിന്റെ മൃതദേഹം വള്ളിക്കുന്ന് എടക്കാട് CBHSE സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. പതിനായിരങ്ങളാണ് ധീരജവാന്റെ മൃതദേഹം ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവസാനം നടന്ന ഹോട്ടൽ റെസ്ക്യൂ ഓപ്പറേഷനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. 4 ഇടങ്ങളിലായി നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ ആദ്യത്തെ 3 എണ്ണവും വിജയകരമായി പൂർത്തീകരിക്കുകയും അവസാനം നടന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിന് വെടിയേൽക്കുകയുമായിരുന്നു. തന്റെ അവസാന ശ്വാസത്തിലും അവസാന തീവ്രവാദിയെ കൂടി വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷമാണ് ഈ ധീരജവാൻ മരണത്തിന് കീഴടങ്ങിയത്. ഖബറടക്കം വൈകിട്ട് 5:30 ഇടക്കാട് ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കാൽപതിഞ്ഞ തീരങ്ങൾ നൊന്തുപോയൊരുള്ളം പേറിയോ, നിന്റെ കൈവിരൽ തുമ്പിൽ ഒന്നു തൊട്ടിടാൻ വീണ്ടും കാത്തിരുന്നു എന്നും എന്തിനോ. വരസൂര്യൻ വാനിൽ നീട്ടും പുഞ്ചിരി ഇരുളാകെ നീക്കും കൈത്തിരി എന്റെ പോയകലെ ഉദയങ്ങൾ വീണ്ടും നീയായി മാറുമോ, കിരണങ്ങൾ നൽകാൻ പോരുമോ. മൂകമായി ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല ഏകന വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുകിലോ. കാശ്മീരിലെ ഉധംപൂർ താഴ്വരയിൽ 2017 ആഗസ്റ്റ് 20 നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിന് രാഷ്ട്രം പരംവീർ ചക്ര നൽകി ആദരിച്ചു. സ്പെഷ്യൽ കമാൻഡോ ചീഫ് ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിനെ വധിച്ച തീവ്രവാദി സിയ അബ്ദുൾ ഖാന്റെ വധശിക്ഷ നാളെ പുലർച്ചെ 4 മണിക്ക് നടപ്പിലാക്കും. അവസാന ശ്വാസത്തിലും ജന്മനാടിന്റെ സുരക്ഷയ്ക്കായി മുന്നോട്ട് കുതിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് മുന്നിൽ രാഷ്ട്രം കണ്ണീരോടെ ശിരസ്സു നമിക്കുന്നു. सिपाही अशोक सामने से खेचल। All the best. കാവിലെ ഉത്സവത്തിന് നാട്ടിലെത്താൻ അവധി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പല വഴിക്ക് പിരിഞ്ഞുപോയവർ
പിന്നെ കാണുന്നത് അന്നാണ്. എല്ലാവരും ആകെ മാറിപ്പോയി. ഇപ്പോഴാരും കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളമല്ല. എടക്കാട് കലിങ്ക് ഞങ്ങൾക്ക് ഷെഫീഖാടെ ഓർമ്മകളാണ്. ആ കൂടിച്ചേരലിൽ കലിങ്കിന് ഞങ്ങളൊരു പേരിട്ടു, എടക്കാട് ബറ്റാലിയൻ 06. ആ 6-ാമന് മരണമില്ല.